അപ്പോൾ ഇതേപോലെ ബ്യൂട്ടിഫുള്ളായുള്ള ജാസ്മിൻ ഫ്ലവർ, അതായത് മുല്ലപ്പൂ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഹായ് ഓൾ, അപ്പോൾ വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മുല്ലപ്പൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ കളർ ആൻഡ് ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ സിസർ വേണം. പിന്നെ വേണ്ടത് 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ നോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ മടക്കുക, ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആണിനെ വലിച്ചെടുക്കുക. കണ്ട, നമുക്ക് നോട്ട് കിട്ടി. ഇനി ഏത് ഹുക്ക് സൈസാണോ എടുക്കുന്നത് ആ ഹുക്ക് സൈസിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, ടൈറ്റൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒരു 17 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 yarn over വലിക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുക്കുക. 2 3 4 5 6 7 8 9 10 ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാനിതാ 70 ചെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ചെയ്യാം. 100 വേണമെങ്കിൽ 100 ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്ര ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ 1 എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അപ്പം 71 ചെയിൻ കിട്ടും. ഇനി എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് ചെയിന് സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഉള്ളിലേ വലിക്കുക. നമുക്ക് 2 ലൂപ്സ് കിട്ടും. യാൺ ഓവർ 2 ലൂപ്സിന് ക്ലോസ് ചെയ്യാം. അതായത് നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ഈച്ച് ചെയിനിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പോവാം. അപ്പം നമുക്ക് 17 ചെയ്തതുകൊണ്ട് 17 സിംഗിൾ ക്രോഷ്യ കിട്ടും. ഇതേപോലെ ഈച്ച് ചെയിന്, ഒരു ചെയിനും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈച്ച് ചെയിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്ര വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അങ്ങനെ എൻ്റെ ഇത്രയും സിംഗിൾ ക്രോഷ്യ ഞാൻ ഇട്ടു. ലാസ്റ്റ് 69 സിംഗിൾ ക്രോഷ്യ ആയി. ലാസ്റ്റ് 17 സിംഗിൾ ക്രോഷ്യ ഇടാൻ പോകുന്നുണ്ട്. സിംഗിൾ ക്രോഷ്യ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെയിൻ 1 ഇടുക. ഇവിടുന്ന് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതേപോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓഫ് വൈറ്റ് കളർ യാണ് എടുക്കാം. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റും ചെയ്യാം. ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് കാണിച്ചു തരുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ സ്പേസ് ഇല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തത് അല്ലേ. ഈ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ നോട്ട് ഇട്ടിട്ടില്ലേ, ആ നോട്ടിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിക്കുക. ഓക്കെ, ഈ 2 ടൈലിനെയും ഹൈഡ് ചെയ്ത് കൊണ്ടുപോകണേ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അതിന് സോ ചെയ്തെടുക്കേണ്ടി വരും. അതിൽ നല്ലത് നമ്മളിപ്പം തന്നെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നതാണ്. ഇനി ചെയിൻ 2 1 2 ചെയിൻ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ടാണ് 2 ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ആ സെയിം സ്പേസിൽ തന്നെ 5 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ 3 ലൂപ്സ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്സ്, സെക്കൻഡ് 2 ലൂപ്സ് ക്ലോസ് ചെയ്യുക. 2 ടൈംസ്, നെക്സ്റ്റ് 3rd ടൈം, നെക്സ്റ്റ് 4th ടൈം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5th ടൈം. കണ്ടോ, 5 ടൈം ഞാൻ ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്കിതൊരു പഫ് പോലെ ആക്കി കിട്ടണം. നമ്മൾ മുല്ലപ്പൂ അതുപോലെ ഉണ്ടാവില്ല. നമുക്ക് ഒന്നിക്കുക പഫ് സ്റ്റിച്ച് ചെയ്യുക അതിന് പകരം, അല്ലെങ്കിൽ ചെയിൻ 2. അത് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിച്ച് പറഞ്ഞു തരുന്നത്. സെയിം സ്പേസിൽ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, നമുക്കിതൊരു
ഇതേപോലെ ആയിട്ട് ചുരുങ്ങി വരും. നമ്മൾ കുറേ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇത്ര വരെ കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ചെയിൻ 2, സെയിം സ്പേസിൽ 5 ടൈംസ് ഡബിൾ ക്രോഷ്യ. 1 2 3 4 and 5. ഇനി എന്ത് ചെയ്യുക, ചെയിൻ 2, സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ? ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പോവാം. നെക്സ്റ്റ് ചെയിനിൽ ഇതാ കറക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് പോകണം. ഇതാ നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 2, സെയിം സ്പേസിൽ 5 ടൈംസ് ഡബിൾ ക്രോഷ്യ. 1 2 3 and 5. നെക്സ്റ്റ് ചെയിൻ 2, സെയിം സ്പേസിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച്. അടുത്ത എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 2, സെയിം സ്പേസിൽ 5 ടൈംസ് ഡബിൾ ക്രോഷ്യ. 1 2 3 4 and 5. ചെയിൻ 2, സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവാം. പുതിയായിട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കാണാം. എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലായി ചെയിൻ 1 ഇടാം, ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ബ്യൂട്ടിഫുൾ മുല്ലപ്പൂയുടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്കിയിട്ട് സെറ്റാക്കി എടുക്കാം. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.